ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC. ഞാനിന്ന് പറയാൻ വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്ക് ഫയൽ എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റേതായൊരു വ്യൂ പോയിൻ്റുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റിൽ നമ്മളൊരു ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണ് മുഴുവൻ പഠിച്ച് തീർക്കണോ അല്ലെങ്കിൽ എന്താണ് മൊത്തത്തിൽ ഒറ്റയടിക്കെല്ലാം വായിച്ചു വിടണോ എന്നൊക്കെയുള്ള ചിന്തയുള്ളവരുണ്ടാവും. അപ്പോൾ സ്റ്റിൽ ഞാനിപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അതിൽ കമൻറ്റ്സ് കാണാറുണ്ട്, എന്താണ് ഇത് മുഴുവൻ പഠിച്ച് തീർക്കാൻ വായിച്ച് തീരില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നവരുണ്ടാകാം. CRT, NCRT അതുപോലെ ഈ റാങ്ക് ഫയൽ എല്ലാം കൂടി എങ്ങനെ നോക്കും എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പോൾ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ യൂസ് ചെയ്തിപ്പോൾ ഒക്കെ 4 വോളിയൂംസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുന്നത്. അതെല്ലാം ഒറ്റയ്ക്ക് വായിച്ച് തീർന്ന് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നേ എൻസൈക്ലോപീഡിയകളായതിനെ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളോടൊരു സിലബസിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറയുന്നത്, കുറേ സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. ആ സബ്ജക്റ്റുകളിൽ കുറേ സബ് ടോപ്പിക്സ് ആയിട്ട് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇതെല്ലാം ഒറ്റ കുടക്കീഴിൽ കിട്ടുന്ന ഒരു സംഭവമാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു മോളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് പല കടകളിലായിട്ട് കിട്ടും അല്ലേ. അതിൻ്റെ ഉള്ളിൽ മോളിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളവിടെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആവശ്യമുള്ളതും വേണ്ടതും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വാങ്ങിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ പേരും കയറുന്നത്. പിന്നെ കുറച്ച് പേർക്ക് എന്താണ് ജസ്റ്റ് ഫോർ ഫൺ എന്നുള്ള രീതിയിൽ കയറി പോകുന്നവരുണ്ട്. ഞാൻ ആ കാര്യം ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. എനിവീസ്, അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ. ഈ എന്തൊക്കെ ചെയ്താലും അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് നമ്മൾ മേടിച്ചിട്ട് വെറുതെ വെക്കാനല്ല കേട്ടോ. അതായത് വെറുതെ കണ്ട് മറിച്ച് പോവുക, അതായത് ഒരു മാളിൽ കയറി വെറുതെ അവിടെയൊക്കെ കറങ്ങിയിട്ട് പോകുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു റാങ്ക് ഫയൽ മേടിക്കുന്നത് നമ്മൾ എന്തിനാ, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ. അത് ഇപ്പോൾ 4 വോളിയൂംസ്, എത്ര വോളിയൂംസ് ആണോ അത്രയും വോളിയൂംസിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിലബസിൽ എന്തൊക്കെ സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സബ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇൻഡെക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ LTCക്ക് മേടിച്ചത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമുക്ക് സിലബസ് പറഞ്ഞിട്ടുള്ളത് അതേ പോർഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇൻഡെക്സിൽ ഇത്ര സബ്ജക്ട്സ് ഒരു വോളിയത്തിൽ കാണും, അങ്ങനെ ഇൻഡെക്സിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലബസ് പറഞ്ഞിട്ടുള്ള മെയിൻ ഹെഡിങ്സുകളുണ്ടല്ലോ, അത് ഒബ്വിയസ്ലി ഇതിൽ ടിക്കറ്റ് വയ്ക്കും ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സിലബസിൽ ഇപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തേ പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ട് കുറേയധികം കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടുതൽ നോക്കും. എന്നിട്ട് അതിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ത് ചെയ്യും, വായിച്ച് പഠിക്കാൻ ശ്രമിക്കും. ഞാനൊരു ഫസ്റ്റ് റീഡിങ് നടത്താറുണ്ട്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫസ്റ്റ് റീഡിങ് നടത്താറുണ്ട്. പിന്നെയും കൂടുതൽ പ്രാധാന്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത് മാത്രമേ പിന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ജിയോഗ്രഫി എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ജിയോഗ്രഫി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിച്ചു പോകും. പിന്നെ നമുക്ക് 28 സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആക്ച്വലി ഞാൻ ഇന്ന് വരെ അത് കൃത്യമായിട്ട് ഫുള്ള് എല്ലാം ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. അതിൽ നിന്ന് ആകെ കൂടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തെങ്കിലുമൊക്കെ എന്താണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിരിക്കും, ഒബ്വിയസ്ലി ആയിരിക്കും. പക്ഷേ ഞാൻ ചെയ്യാറുള്ളത് പ്രീവിയസ് ഇയർ പേപ്പറിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന്, അങ്ങനെയാണെങ്കിൽ ആ ഒരു സംസ്ഥാനം നമ്മൾ നോക്കുന്നതിൽ അർത്ഥമുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പോൾ സ്റ്റിൽ കുറേ ഏരിയാസ് ഇപ്പോഴും വായിക്കാത്തതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒബ്വിയേഷണൽ ഫാക്ട്സ് എന്നുള്ള രീതിയിൽ ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഒരു ബുക്ക് എന്ന് പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, അതായത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മതി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അതും 1-2 വിഷയങ്ങളല്ല, കുറേയധികം വിഷയങ്ങളുണ്ട്, അതിൽ കുറേയധികം സബ് ടോപ്പിക്സുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നമുക്ക് ഓർത്ത് വെക്കണം അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം അത് തന്നെയാണ്. ആദ്യം സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഇൻഡെക്സിൽ നോക്കി ടിക്ക് ചെയ്ത് വയ്ക്കും. അതിനുശേഷം ജസ്റ്റ് ഇപ്പോൾ വളരെയധികം നമുക്ക് ടൈമൊക്കെ ഉണ്ട് എങ്കിൽ ഒബ്വിയസ്ലി അത് ഓരോന്നോരോന്നായിട്ട് വായിച്ചു പോകും. പിന്നെ നമുക്കിപ്പോൾ കുറേയധികം എക്സാംസൊക്കെ എഴുതിയും അതുപോലെ തന്നെ കുറേയധികം പ്രീവിയസ് ഇയർ പേപ്പേഴ്സും ഒക്കെ ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ കുറേയധികം ചോദ്യങ്ങൾ നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നവരായിരിക്കുമല്ലോ, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുന്നവർ പറയുന്ന കേട്ടിട്ടില്ലേ, സ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് കുറേയധികം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്. കാരണം അത്രയും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും മാർക്സ് നമുക്ക് ഓൾറെഡി സേഫാണ്. പിന്നെ എക്സ്ട്രീംലി ടഫ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഇതുവരെ തൊടാത്ത കുറച്ച് ഏരിയാസ് എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഇങ്ങനത്തെ ബുക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ SCRT ഇപ്പോൾ നമ്മൾ ഒരു SCRT ടെക്സ്റ്റ് വായിക്കുന്നത് ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ ആണെങ്കിലും കെമിസ്ട്രിയുടെ ആണെങ്കിലൊക്കെ സിലബസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ബുക്കും മൂല്യം പറക്കാൻ തന്നാൽ നമുക്ക് ഒരിക്കലും തീരത്തില്ല. അതിൽ വേണ്ട കാര്യം മാത്രം പഠിച്ചാൽ മതി. അതിൽ കുറേ പ്രവർത്തനങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം, അതായത് ഏറ്റവും പ്രാധാന്യമുള്ള, അതായത് ആ ഒരു എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു റാങ്ക് ഫയൽ കിട്ടിയാലും ആവശ്യമുള്ളത് കൂടുതൽ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇൻഫർമേഷൻ കമ്മീഷൻ്റെ, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ടല്ലോ നമുക്ക് സെക്രട്ടേറിയറ്റ് വഴി പഠിക്കാൻ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയത്. അപ്പോൾ
അതിൽ കുറേയധികം കാര്യങ്ങൾ ഞാൻ ഓൾറെഡി LDC ഒക്കെ പഠിച്ചപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ ഒരു പിന്നത്തെ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക അതിൽ വേണ്ട. കാരണം എനിക്കിതിനെക്കുറിച്ചൊരു ബേസ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട്. ഇനി ഒട്ടുമില്ലാത്തതാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവശ്യമുള്ളതൊക്കെ വായിച്ചെടുക്കും. ഇപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ബാർക്ക് അതൊക്കെ. അതിൽ വേണ്ടത് മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, നോക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതൊരിക്കലും നമുക്ക് വായിച്ചു തരില്ല. ഇതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ഇതുണ്ടാവില്ല. പിന്നെ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യാമെന്ന് അറിയാം. ഇപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെയല്ലേ വരാനിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ December 30 വരുന്ന കുറേയധികം നോട്ടിഫിക്കേഷൻസ് പുതിയത് വരുന്നു പറയുന്നുണ്ട്. അസിസ്റ്റൻസ്, സെയിൽസ്മാനോ അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ അത് നമുക്കപ്പോൾ നോക്കാം. എനിവേസ് അതിനൊക്കെ പഠിക്കാൻ ഇനി തുടങ്ങുന്നവരാണെങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് പറയണം, എഗൈൻ പറയുന്നു, ഇത് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ ആദ്യം ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ, അതായത് ഓരോ ദിവസം ഏതൊക്കെ പോർഷനാണ് നോക്കേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ റിലേറ്റഡ് ചോദ്യങ്ങൾ ചെയ്യാം. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന പോർഷൻസ് എന്താണോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അപ്പം തന്നെ ചെയ്തു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്, ഓരോ സെക്ഷൻ വൈസ് വെച്ചിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിലുള്ളതുണ്ട്. ആ പോർഷൻസ് പഠിച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ പോർഷൻ നമുക്ക് അത്യാവശ്യം തലക്കറിയുന്നു മനസ്സിലാക്കിലും. ഇനി അങ്ങോട്ടുള്ള 10th പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ശരി, ഒരു റാങ്ക് ഫയൽ എന്തുകൊണ്ടും കയ്യിലിരിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നവരില്ല. എൻ്റെ മെയിൻ പ്രശ്നം അതായിരുന്നു, ഫോൺ യൂസ് ചെയ്ത് ക്ലാസ് കേൾക്കാൻ ഭയങ്കര, അതായത് നമ്മളൊരു നോട്ട് PDF വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കണ്ണിന് സ്ട്രെയിൻ വരുന്നൊരു കാര്യമാണ്. തലവേദന, കുറേയധികം കാര്യങ്ങൾ വരും. കാരണം കുറേയധികം നോട്ട്സ് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെയാണ് ഞാനൊരു റാങ്ക് ഫയൽ മേടിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് ആക്ച്വലി. അങ്ങനെ മേടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് അതിൽ മാർക്ക് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ നമുക്ക് പറയാമല്ലോ, യൂട്യൂബ് വീഡിയോസുകളിലൊക്കെ പറയുന്നത് ഏതൊക്കെയാണ് നമ്മൾ മസ്റ്റ് സ്റ്റഡി ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഏകദേശം എനിക്ക് ധാരണയായി, അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ആ ഒരു രീതി എനിക്ക് ഒരു ബുക്ക് വായിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ കേട്ടോ. കാരണം അത് നമുക്കൊരു കണ്ണിന് അത്രയും സ്ട്രെയിൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു റാങ്ക് ഫയലിലേക്ക് മാറാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഞാൻ മാക്സിമം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുൻപ് കോച്ചിങ് ചെയ്തിരുന്നത് ഓൺലൈനായിട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു പ്രശ്നം ഈ PDF ഇത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. നമുക്ക് കേൾക്കാൻ ഓക്കെ, പക്ഷേ പിന്നീട് ഒരു റെഫറൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എഴുതിയെടുക്കാനും കുറേ ടൈം എടുക്കുന്നു. നമ്മളിങ്ങനെ എഴുതി തന്നെ കുറേ ടൈം പോകും. ഓക്കെ, എഴുതുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. ഇതെൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റാങ്ക് ഫയൽ മേടിക്കാൻ എന്നുള്ള ഇതിലേക്ക് എത്തിയത്. അങ്ങനെ മേടിച്ചു. അപ്പോൾ മേടിച്ച് യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ആ ഒരു യൂസ് വെച്ചിട്ട് ഞാൻ പറയാം, അതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേയധികം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ പറയാറില്ലേ, നമ്മളൊക്കെ ഇപ്പോൾ എക്സാം എഴുതുന്ന ടൈമിൽ നമുക്ക് ആ പേജ് കറക്റ്റ് ഓർമ്മ വരും. ഇന്ന പേജിൽ ഇന്നത് ഇപ്പോൾ ട്രോളൊക്കെ കാണാറുണ്ടല്ലോ, പക്ഷേ ആ കറക്റ്റ് ആൻസർ മാത്രം നമ്മുടെ മൈൻഡിലുണ്ടാവില്ല, പേജും കളറും എല്ലാം നമ്മുടെ മൈൻഡിലുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ നമ്മളെത്തും. എന്നാലും 2-3 പ്രാവശ്യം നമുക്ക് പരിചിതമാകുമ്പോൾ നമ്മൾ ആ ഒരു പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന ആ ഒരു ഇതിലേക്കൊക്കെ എത്തും. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് നല്ലത് നോക്കി, നല്ല റിവ്യൂ ഒക്കെ നോക്കി നിങ്ങൾ മേടിക്കുക. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വല്ല യൂട്യൂബ് ക്ലാസ്സസ് കേൾക്കുന്നവരാണെങ്കിൽ അതിൽ പറഞ്ഞു പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൽ ആ റാങ്ക് ഫയൽ മാർക്ക് ചെയ്ത് പോയാൽ മതി. എഴുതി ഇതൊക്കെ സൈഡിൽ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എത്ര വോളിയൂംസ് ഉണ്ടെങ്കിലും അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരു റാങ്ക് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വേണ്ടത് മാത്രം നോക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാം കൂടി വായിച്ച് ഇതാക്കാൻ ശ്രമിക്കേണ്ട. കാരണം അത് അങ്ങനെ വായിച്ച് നമുക്ക് ഒരിക്കലും എല്ലാം പഠിച്ചെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനില്ല. അങ്ങനെയുള്ളവരുണ്ടാകാം കേട്ടോ. പേഴ്സണലി പറ്റാത്ത കാര്യമാണ് എല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വേണ്ടത് മാത്രം പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുന്നത് കേട്ടോ. എൻ്റെ കോളേജിലുള്ള എക്സാമിനേഷൻസിന് പോലും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ചില ഏരിയാസൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ വിട്ട് ഇതാക്കാറുണ്ട്, പഠിക്കാതെ അങ്ങനെ എഴുതാറുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാറില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം ഏതൊക്കെ ചോദിക്കുന്നുള്ളത്. കാരണം അത് എക്സ്ട്രാ വെറുതെ പഠിച്ച സമയം കളയേണ്ടതല്ലല്ലോ. ബാക്കി ഉള്ള ഏരിയാസിൽ മാർക്സ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒട്ടും തലയിൽ കയറില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറഞ്ഞത്, എങ്ങനെ ഞാൻ റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നു. റാങ്ക് ഫയൽ ടു യൂസ് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാനധികം സാധിക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാകെ യൂസ് ചെയ്തിട്ടുള്ളത് ലക്ഷ്യയുടെയും അതുപോലെ തന്നെ ടാലൻറ്റിൻ്റെയാണ്. രണ്ടും അതിൻ്റേതായ രീതിയിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. ഇതിൽ SCRT NCRT പ്ലസ് ഫാക്സും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ എന്താണ് PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്കിൽ. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, ചാലഞ്ചിങ് ക്വസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ നല്ലത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാം. ഓക്കെ, ഞാൻ മേടിച്ചത് ഇതാണ്.
എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മറ്റന്നാൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണല്ലോ ആദ്യം നടക്കാൻ പോകുന്നത്. അതിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാറ്റി നിർത്തി ബാക്കിയുള്ള ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 സെക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സൺഡേ 7:30 PM ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് 3 ഒന്ന് വൃത്തിയായിട്ട്, അതായത് താല്പര്യമുള്ളവർ ആ ഒരു 3 ഭാഗങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക. നമ്മൾ ഇതാക്കുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ